ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കാൻഡൻ ടോക്സ്. ഞാൻ ഇന്നലെ ബാലകാണ്ഡം വായിച്ചപ്പോൾ അതിലെ കുറച്ച് വരികളും അതിൻ്റെ അർത്ഥവും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. ബാലകാണ്ഡം രാമായണത്തിൻ്റെ ഫസ്റ്റ് കാണ്ഡമാണ്. അപ്പോൾ അതിൽ ശ്രീരാമ ഭഗവാന്റെ നാമകരണവും അദ്ദേഹത്തിൻ്റെ ബാലലീലകളും കൗമാരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയും പിന്നീട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയി രാക്ഷസന്മാരെ നിഗ്രഹിച്ച കഥയും സീതാ സ്വയംവരവും അഹല്യ മോക്ഷം ഇങ്ങനെയുള്ള അതൊക്കെ അടങ്ങിയ ഒരു പോർഷനാണ് ബാലകാണ്ഡം. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കൗമാരത്തിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് നമ്മളെല്ലാം പാരൻസാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. വാല്യൂ സിസ്റ്റംസ് ഇൻകൾഗേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ അതിന് ആർക്കും സമയമില്ല, അല്ലെങ്കിൽ അതൊന്നും കേൾക്കാൻ കുട്ടികളും തയ്യാറല്ല. അതിൻ്റെയൊക്കെ ഒരു അഭാവം എല്ലാ ഫാമിലീസിലും ഉണ്ട്. വളരെ കാലത്തിന് മുന്നേ രചിച്ച ഇതിഹാസങ്ങളിൽ ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ഫാമിലി ആകേണ്ടത്, ഏതൊക്കെ മേഖലകളിൽ കുട്ടികൾക്ക് പ്രാവീണ്യം കൊടുക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏത് മതത്തിൻ്റെ ഗ്രന്ഥമായാലും അല്ലെങ്കിൽ സ്പിരിച്വൽ ബുക്സ് ആണെങ്കിലും അതിലുള്ള കാര്യങ്ങൾ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഒരു ഐ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് വരികൾ ചൊല്ലാം, അതിൻ്റെ അർത്ഥവും വിവരിച്ചു തരാം. നിത്യവും ഉഷസുഷസുദ്ധമായ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ എണീറ്റ് സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത ശേഷം അച്ഛനമ്മമാരുടെ പാദകമലങ്ങളെ വന്ദിച്ച്, അത് കഴിഞ്ഞ് ശ്രീരാമ ഭഗവാനാവുമ്പോൾ രാജകുമാരനാണ്, അപ്പോൾ രാജ്യകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടാവും. അപ്പോൾ അനുജനോടൊത്ത് അതൊക്കെ ചർച്ച ചെയ്ത ശേഷം അവരുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത ശേഷം പിന്നീട് ഗുരുക്കന്മാരുടെ കൂടെയും അച്ഛനമ്മമാരുടെ കൂടെയും ഇരുന്ന് ഭക്ഷണം, വളരെ സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഫുഡ് ഒരു നേരമെങ്കിലും കഴിക്കുക എന്നുള്ളത് എപ്പോഴും ഇപ്പോൾ നമ്മൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഫാമിലി ടൈം, ക്വാളിറ്റി ഫാമിലി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ശ്രീരാമ ഭഗവാൻ ധർമ്മശാസ്ത്രങ്ങളും പുരാണേതിഹാസങ്ങളും ഒക്കെ ശ്രവിച്ച്, അതായത് സ്റ്റോറി ടൈം, ഇതൊക്കെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ കേട്ട് അത് കഴിഞ്ഞ് പരബ്രഹ്മത്തിൽ മുഴുകിയ മനസ്സോടെ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലം കഴിച്ചത്. ഇപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ഈ കാലഘട്ടത്തിൽ, അതായത് ഒരു ദിവസം ചെയ്തു പോകേണ്ട ഒരു റുട്ടീനാണ്. രാവിലെ എണീക്കുക, പാരൻസിനെ തൊട്ട് വന്ദിക്കുക, ഒരാളുടെ കാല് തൊട്ട് വന്ദിക്കുക. നമ്മുടെ ഓൺ പാരൻസ് ആണോ അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആരാണെങ്കിൽ പോലും അവരുടെ കാല് തൊട്ട് വന്ദിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുനിയുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഒരു അഹങ്കാരം നമ്മൾ സറണ്ടർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അത് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും തെറ്റായി ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയും കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന്, ഒരു എല്ലാ തരത്തിലും ഉള്ള കുട്ടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഇങ്ങനെയുള്ള ഇതിഹാസങ്ങളിൽ അടങ്ങിയിട്ടുള്ള നോളേജ് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കണം. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്.